യൂറോ കപ്പിലെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫൂർട്ട് അരീനയിൽ സ്ലൊവേനിയയ്ക്കെതിരെ 105 മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി പാഴാക്കിയ വേദനയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചയാണിത്. ഷൂട്ടൌട്ടിലേക്ക് കടന്ന മത്സരം പോർച്ചുഗൽ കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും താൻ നഷ്ടപ്പെടുത്തിയ ആ അവസരത്തെ ഓർത്ത് റോണോ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കുറച്ചൊന്നുമല്ല ഫുട്ബോൾ ലോകത്തെ പിടിച്ചുലച്ചത്. കണ്ണീരണിഞ്ഞു നിൽക്കുന്ന ആ ഇതിഹാസ താരം കടന്നുപോകുന്ന മാനസിക സംഘർഷങ്ങൾ ഓർത്ത് അദ്ദേഹത്തിന്റെ അമ്മ മറിയ ഡൊളോറസും വിതുമ്പി. പറങ്കിക്കപ്പലിന്റെ വിശ്വസ്തനായ ആ കപ്പിത്താന് ഈ സീസണിലുടനീളം പല തവണ കാലിടറിയിരുന്നു. ടൂർണമെന്റിലുടനീളം തൊടുത്തുവിട്ട 23 ഷോട്ടുകളിൽ ഒന്നെങ്കിലും എതിർവല കുലുക്കിയിരുന്നെങ്കിൽ ആ വേദനയുടെ അളവുകോലിന് മാറ്റം വരുമായിരുന്നിരിക്കാം. മുമ്പൊരിക്കലും ഇതുപോലെ റോണോയെ ഫുട്ബോൾ ലോകം കണ്ടിട്ടില്ല. ക്വാർട്ടറിൽ പരാജയപ്പെട്ട് അയാൾ യൂറോയോട് എന്നേക്കുമായി വിട പറയുമ്പോൾ ആ നിരാശ അത് മുഴുവൻ ഫുട്ബോൾ ലോകത്തിൻ്റെതുമായിരുന്നു. 2022 ലോകകപ്പിലും മറ്റൊന്നുമായിരുന്നില്ല അയാളെ തേടിയെത്തിയത്. വിമർശനങ്ങളാൽ വലച്ച് ബെഞ്ചിലിരിക്കേണ്ടി വന്ന് ടീമും കോച്ചുമെല്ലാം ക്രൂശിച്ച ശേഷമാണ് പരാജിതനായി റോണോ ഖത്തറിൽ നിന്നും മടങ്ങിയത്. അറിയാം, ഈ റോണോയെയല്ല ആരും കാണാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ സൂപ്പർ താരമാണ് അയാൾ. യുസേബിയോയ്ക്കും ലൂയിസ് ഫിഗോയ്ക്കും പെയ്റോട്ടിയോയ്ക്കും ഒന്നും സാധിക്കാത്ത പലതും പറങ്കിപ്പടക്കി നേടിക്കൊടുത്തയാൾ. 2016 യൂറോ ഫൈനലിൽ പരുക്കുപറ്റി പുറത്തിരിക്കുമ്പോഴും അവിടെ ഇരുന്ന് കളിക്കളത്തെ സ്വാധീനിച്ച മഹാമാന്ത്രികൻ. ഗർഭപാത്രത്തിൽ നിന്നു തന്നെ മരണത്തെ അതിജീവിച്ചവൻ. പലതും കടന്നു വന്നതിന് ശേഷമാണ് അയാൾ ഇതിഹാസമായത്. ഫുട്ബോൾ മൈതാനത്ത് അയാൾ കാഴ്ചവെച്ച വേഗതയും ചടുലതയും എനർജിയുമെല്ലാം നാം ജീവിച്ചിരിക്കുന്ന ഈ കാലത്തിൻ്റെ കൂടി പ്രതീകമാണ്. അയാളെ ഇനിയും മനസ്സിലാക്കാത്തവർ അറിയാൻ ആഗ്രഹിക്കാത്തത് ഫുട്ബോളിന് തന്നെയാണ് എന്നതാണ് സത്യം. ഒരു കെട്ടകാലം വരുമ്പോൾ ആ പ്രതിഭയെഴുതിയ ചരിത്രങ്ങൾ അത്രയും മറന്നുപോകുന്നവർ ഓർക്കുക, ഒന്നും ഒരിക്കലും എവിടെയും അവസാനിക്കുന്നില്ല. യെസ്, ദ നെയിം ഈസ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ. 2004 ഡിസംബർ 26. അന്നേ ദിവസം ലോകത്തൊരാളും മറക്കാനിടയില്ല. ലോകത്തെ തന്നെ തുടച്ചു നീക്കാൻ മാത്രം പ്രഹരശേഷിയുള്ള സുനാമി എന്ന ദുരന്തം മാലോകരുടെ ജീവിതത്തിലേക്ക് തിരമാലകളായി ഇരച്ചു കയറിയത് അന്നായിരുന്നു. അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തിരുന്ന ഒരു 19കാരൻ ആ ദുരന്ത വാർത്തകൾ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ ഒരു ദൃശ്യം അയാളുടെ കണ്ണുകളിലുടക്കി. ഒരു കൊച്ചുപയ്യൻ പോർച്ചുഗലിന്റെ 7-ാം നമ്പർ ജേഴ്സിയുമണിഞ്ഞ് സുനാമിയിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നു. ആ ജേഴ്സി നമ്പറിന് താഴെ ക്രിസ്ത്യാനോ എന്നെഴുതിയിരുന്നു. ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ പയ്യന് ഇനി കയ്യിലുള്ളത് ആ ജേഴ്സി മാത്രമായിരുന്നു. ഈ ദൃശ്യങ്ങൾ TV-യിൽ കണ്ട താരം എല്ലാം നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ലൊക്കേറ്റ് ചെയ്യുകയും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്തു. അതാണ് CR7. ആ കൊച്ചു ബാലനെ പോലെ തന്നെയായിരുന്നു റോണോയും തന്റെ ജീവിതം തുടങ്ങിയത്. ഒന്നുമില്ലായ്മയിൽ നിന്ന്. മറിയ ഡൊളോറസിനും ജോസ് അവേരിയോയ്ക്കും അന്ന് 3 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു മറിയ വീണ്ടും ഗർഭിണിയാകുന്നത്. അതവരെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കി. ഒരു കുഞ്ഞുകൂടി വന്നാൽ ആ ഒറ്റമുറി വീട്ടിൽ അവരെല്ലാം എങ്ങനെ കഴിച്ചുകൂട്ടും? വരാൻ പോകുന്ന കുഞ്ഞിനെ എങ്ങനെ നന്നായി വളർത്തും? ഭർത്താവിന്റെ മദ്യപാനത്തിലും ദാരിദ്ര്യത്തിനുമിടയിൽ ചോദ്യങ്ങൾ ഒരുപാടായി. ഒടുവിൽ മറിയ ഡൊളോറസ് തീരുമാനമെടുത്തു, അബോർഷൻ ചെയ്തു കളയാമെന്ന്. അതിനായി പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഡോക്ടറുടെ നിർബന്ധപ്രകാരം മറിയ ഡൊളോറസ് അതിൽ നിന്നും പിന്മാറുന്നു. അങ്ങനെ അവർ തന്റെ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. ഭർത്താവ് ജോസ് അവേരിയോയ്ക്ക് മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനോടുണ്ടായിരുന്ന ആരാധനയും കടുത്ത ദൈവവിശ്വാസവും ആ കുഞ്ഞിന്റെ പേര് തിരഞ്ഞെടുക്കുന്നതിൽ സ്വാധീനം ചെലുത്തി. ക്രിസ്ത്യാനോ റൊണാൾഡോ. ദാരിദ്ര്യത്തിലൂടെ കടന്നു ചെല്ലുന്നതിനാൽ തന്നെ തൻ്റെ അമ്മയോടൊപ്പം പല ജോലികൾക്കും അവനൊപ്പം പോയി. പബ്ലിക് റോഡ് ക്ലീൻ ചെയ്യാൻ താൻ പോകുമ്പോൾ പിന്നിൽ കൂടിയിരുന്ന കുഞ്ഞു റോണോയുടെ മുഖം ഒരിക്കലും കണ്ണിൽ നിന്നും പോയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ അമ്മ മറിയ ഡൊളോറസ് തൻ്റെ പുസ്തകത്തിൽ പിന്നീട് പറയുന്നുണ്ട്. ഇത്രയും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിരുന്നെങ്കിലും ഫുട്ബോൾ അവൻ്റെ ജീവശ്വാസത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ അവനെ സഹായിക്കുകയായിരുന്നു. തൻ്റെ 12ാം വയസ്സിൽ ലിസ്ബൺ ക്ലബായ സ്പോർട്ടിംഗ് CP റോണോയെ സൈൻ ചെയ്യുന്നു 1500 യൂറോയ്ക്ക്. ആ തുക റോണോയുടെ കുടുംബത്തിന് വലിയൊരു ബോണസ് ആയിരുന്നു. അന്ന് റോണോ തൻ്റെ അമ്മയോട് തമാശയ്ക്ക് പറയുമായിരുന്നു, ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ,
ഇപ്പോൾ കുടുംബത്തെ നോക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നു എന്ന്. ലിസ്ബണിലെത്തിയപ്പോഴും റോണോയ്ക്ക് തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. ഗ്രൗണ്ടിനകത്തല്ല, അതിന് പുറത്ത്. സ്കൂളിലും ക്യാമ്പിലും ക്രൈയിങ് ബേബി എന്ന പേര് വിളിച്ച് കളിയാക്കലുകൾ നേരിട്ടു. 14-ാം വയസ്സിൽ തന്റെ കുടുംബത്തെക്കുറിച്ച് മോശം പറഞ്ഞ അധ്യാപികയ്ക്ക് നേരെ ചെയർ വലിച്ചെറിഞ്ഞ് സ്കൂളിൽ നിന്നും പുറത്തായി. എനിക്ക് പഠനത്തിലൊന്നും വലിയ താല്പര്യമില്ല, എനിക്ക് മത്സ്യത്തൊഴിലാളിയാകണം എന്നായിരുന്നു റോണോ എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ മറുവശത്ത് ഭൂമി എന്നോണം ഫുട്ബോൾ അയാൾക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ റോണോ തന്റെ ജീവിതത്തിന്റെ ഭ്രമണപഥം ആ തുകൽപന്തിലേക്ക് ചുരുക്കി. അല്ല, ഫുട്ബോൾ റോണോയിലേക്ക് ചുരുങ്ങി തുടങ്ങി. ഓഗസ്റ്റ് മാസം സ്പോർട്ടിംഗ് സിപിക്കെതിരെ ഒരു ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ ലിസ്ബണിൽ എത്തിയതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീം. യുണൈറ്റഡിനെയും ഫെർഗൂസനെയും സംബന്ധിച്ചിടത്തോളം ഈ ഫ്രണ്ട്ലി ഒരു വിഷയമേ അല്ലായിരുന്നു. പക്ഷേ അവർ ഉറ്റുനോക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. മത്സരത്തിന് മുന്നോടിയായി കമന്റേറ്റർമാരോട് സർ അലക്സ് അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. സ്പോർട്ടിംഗ് സിപിക്കായി അതിഗംഭീരമായി കളിക്കുന്ന ഒരു വിങ്ങറുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന്. ആ വിങ്ങർ മത്സരത്തിൽ യുണൈറ്റഡിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഫെർഗൂസൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന 28-ാം നമ്പറുകാരൻ സ്പോർട്ടിങ്ങിന്റെ ഗോൾ നേട്ടങ്ങളിൽ തലയുയർത്തി നിന്നു. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലെത്തിയ യുണൈറ്റഡ് താരങ്ങൾ കോച്ച് ഫെർഗൂസനോട് ഒരേയൊരു കാര്യം മാത്രമാണ് പറഞ്ഞത്: എന്ത് വില കൊടുത്തും ആ പയ്യനെ നമുക്ക് സ്വന്തമാക്കണം. അത് സാധ്യമായി. അങ്ങനെ റൊണാൾഡോ ചുവപ്പ് ജേഴ്സി അണിഞ്ഞ് ഓൾഡ് ട്രാഫോർഡിൽ കാലെടുത്ത് വച്ചു. പ്രതാപകാലത്തെ ഓർമ്മിപ്പിക്കും വിധം ചുവന്ന ചെകുത്താന്മാർ പന്ത് തട്ടിയ കാലമായിരുന്നു അത്. റോണോയുടെ ചിറകിലേറി വർഷങ്ങൾക്ക് ശേഷം അവർ പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു, ചാമ്പ്യൻസ് ലീഗ് നേടി. അങ്ങനെ 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ ആ 7-ാം നമ്പർ ജേഴ്സിക്കാരൻ ചുവന്ന ചെകുത്താന്മാർക്ക് വേണ്ടി നേട്ടങ്ങൾ നിരവധി സ്വന്തമാക്കി. വിശ്വം കീഴടക്കാൻ മടീരയിൽ നിന്നും വണ്ടി കയറിയതാണ് അയാൾ. ആ മനുഷ്യൻ അതിനെല്ലാം തുടക്കമിടുന്നതും അവിടെ നിന്നായിരുന്നു, ഓൾഡ് ട്രാഫോർഡിലെ ആ മണ്ണിൽ നിന്ന്. അതെ, യുണൈറ്റഡ് ആരാധകരോട് അന്ന് ഫെർഗൂസൻ പറഞ്ഞത് ശരിയായിരുന്നു. അയാൾ യുണൈറ്റഡിന്റെ ഹീറോയായിരുന്നു. യുണൈറ്റഡിലെ പട്ടാഭിഷേകവും റയലിലെ രാജവാഴ്ചയും കഴിഞ്ഞ് യുവന്റസിലെത്തി. അവിടെ നിന്നും ഹോം കമ്മിങ് എന്നോണം തിരിച്ച് ഓൾഡ് ട്രാഫോർഡിലേക്ക് അയാൾ ഒരു റീ എൻട്രി നടത്തിയപ്പോൾ അത് തന്റെ ഗുരുതുല്യനായ സർ അലക്സ് ഫെർഗൂസന് വേണ്ടിയാണ് എന്ന് റോണോ കുറിച്ചു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചരിത്രം ഒരിക്കൽ സംഭവിച്ചു, അത് ഇനിയും ആവർത്തിക്കപ്പെടും. സർ അലക്സ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. റയൽ മാഡ്രിഡ് ആയിരുന്നു റോണോയുടെ കരിയർ ഷേപ്പ് ചെയ്യുന്നതിൽ തന്നെ വലിയ പങ്കുവഹിച്ചത്. ഡെപ്പോർട്ടിവോ ലാ കൊറൂണയ്ക്കെതിരെ ബെർണബ്യൂവിൽ അയാൾ റയലിനായി ആദ്യമായി ബൂട്ടണിഞ്ഞപ്പോൾ ആ ജേഴ്സി നമ്പർ 9 ആയിരുന്നു. ഇതിഹാസ താരം റൗൾ ആയിരുന്നു അന്ന് റയലിന്റെ 7-ാം നമ്പറുകാരൻ. പിന്നീട് 9 സുവർണ വർഷങ്ങൾ റയലിനെ സമ്മാനിച്ച് റോണോ ഇറ്റലിയിലേക്ക് ചേക്കേറുമ്പോൾ അയാൾ സ്പാനിഷ് ക്ലബ് ഫുട്ബോൾ ചരിത്രത്തിൽ വിസ്മയങ്ങൾ തീർത്തിരുന്നു. 2 ലാലിഗ കിരീടങ്ങൾ, 4 ചാമ്പ്യൻസ് ലീഗുകൾ, ബാലൻഡിയോറുകൾ ഉൾപ്പെടെ അനവധി ഇൻഡിവിജ്വൽ മൈൽ സ്റ്റോണുകൾ. ബെയിലിനും ബെൻസേമയ്ക്കുമൊപ്പം ക്രിസ്ത്യാനോ നടത്തിയ അതിമനോഹര പ്രകടനങ്ങൾ ചരിത്രത്തിൽ എഴുതപ്പെട്ടതായിരുന്നു. എന്നാൽ സീരിയ ക്ലബായ യുവന്റസിലേക്ക് ചേക്കേറിയത് റോണോയുടെ കരിയറിലെ മോശം തീരുമാനങ്ങളിൽ ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടെ റൊണാൾഡോയ്ക്ക് അധികമൊന്നും ഷൈൻ ചെയ്യാൻ സാധിച്ചില്ല എന്നത് സത്യം. പിന്നെ വീണ്ടും യുണൈറ്റഡിലേക്ക്, അവിടുന്ന് അൽ നാസറിലേക്ക്. എല്ലാ ട്രാൻസ്ഫറുകളും ഫുട്ബോൾ ലോകത്ത് തീർത്തത് റെക്കോർഡുകളുടെ പെരുമഴ. 2016 യൂറോകപ്പ് ഫൈനൽ. പോർച്ചുഗൽ ഫ്രാൻസിനെ നേരിടുന്നു. സ്റ്റാഡെ ഡെ ഫ്രാൻസിൽ അന്നത്തെ അറ്റൻഡൻസ് 75,000 ആയിരുന്നു. പോർച്ചുഗലായിരുന്നു ഫസ്റ്റ് കിക്ക് എടുത്തത്. തീ പാറുന്ന ഫൈനൽ പോരാട്ടം. എന്നാൽ മത്സരത്തിന്റെ 25-ാം മിനിറ്റ് പോർച്ചുഗീസ് ആരാധകർ അത്രയും നിരാശരായി തലയിൽ കൈവച്ചു നിന്ന നിമിഷമായിരുന്നു. തങ്ങളുടെ യൂറോ സ്വപ്നങ്ങൾ ഇന്നിവിടെ അവസാനിച്ചിരിക്കുന്നുവോ എന്നവർ ചിന്തിച്ചു കാണണം. അതെ, നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളത്തിൽ വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന്റെ തുടയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇനി ആ ഫൈനലിൽ റോണോയുടെ സാന്നിധ്യം ഉണ്ടാകില്ല. മൈതാനത്തേക്ക് ഒരു സ്ട്രക്ചർ വന്ന് അയാളെ പുറത്തേക്ക് എടുത്തുകൊണ്ടുപോകുന്നു. പക്ഷേ ആ വെള്ളവരയ്ക്കപ്പുറത്ത് മാത്രമല്ലേ അയാൾക്ക് പോകേണ്ടി വന്നത്, മൈതാനത്തിന് പുറത്തല്ലല്ലോ. അലറി വിളിച്ചും പ്രോത്സാഹനം നൽകിയും അയാൾ കളിക്കളത്തിന് പുറത്തിരുന്ന് ടീമിനെ സ്വാധീനിച്ചു. ഒടുക്കം 109-ാം മിനിറ്റിൽ എയ്ഡറിന്റെ ഷോട്ട് ഫ്രഞ്ച് ഗോൾ കീപ്പറെ വെട്ടിച്ച് ഗോൾ വല കുലുക്കി. പോർച്ചുഗലിന്റെ റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ
ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ നിമിഷം. ഇതിഹാസങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊന്നും പോർച്ചുഗൽ ജേഴ്സിയിൽ റോണോയോളം നേട്ടങ്ങൾ കൊയ്തിട്ടില്ല. ഇനി ആരെങ്കിലും നേടുമോ എന്നത് കണ്ടു തന്നെ കാണേണ്ട കാര്യമാണ്. യൂറോ കപ്പ് തന്റെ കൈകളിലേന്തിയതിന് ശേഷം റോണോ പറഞ്ഞത് ഇത്രമാത്രമായിരുന്നു: ഞങ്ങൾ ഓടി, കിതച്ചു, കീഴടക്കി. മഡേരയിൽ നിന്നും ലോകം കീഴടക്കാൻ കെട്ടുകെട്ടിയിറങ്ങിയ ഒരു കൊച്ചു പയ്യന്റെ കഥ ഇന്ന് നിൽക്കുന്നത് അവൻ കീഴടക്കിയ ഉയരങ്ങളുടെ കൊടുമുടികളിലാണ്. അയാളുടെ ഡ്രിബ്ലിംഗ് സ്പീഡ്, ഫ്ലുവൻ്റായ ഹെഡറുകൾ, മനോഹരമായ ഫ്രീ കിക്കുകൾ എല്ലാം ഒരു അത്ഭുതമായിരുന്നു. എതിരാളിയുടെ ബോക്സിനുള്ളിലേക്ക് ഇരച്ചു കയറുന്ന, ഡിഫൻഡർമാരുടെ തലയ്ക്ക് മുകളിലൂടെ പറന്ന് പന്ത് കൈപ്പിടിയിലൊതുക്കുന്ന, ഒറ്റയ്ക്കൊരു ടീമായി നിന്ന് ജയിപ്പിക്കാൻ കെൽപ്പുള്ള ലോകത്തിലെ വളരെ കുറച്ച് കളിക്കാരിൽ ഒരാളാണ് അയാൾ കയറിയിറങ്ങിയ മുൾക്കൂനകൾ എത്രയെന്ന് ചിന്തിച്ചു നോക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതെ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് ആ 7-ാം നമ്പർ ജേഴ്സി. കട്ടായം അതിലെ നിറങ്ങൾ ഒരിക്കലും മങ്ങുകില്ല.